അങ്ങനെ ഇപ്പൊ എന്റെ മോന്റെ കൂടെ പോയിട്ട് ഞാൻ അടിച്ചു പൊളിക്കണ്ട കേട്ടോ. മുത്തശ്ശി ടിമ്പോനെ കൂടെ വന്നാ നിനക്കിതൊന്നും തരില്ല കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പുല്ല, ഇത് നീ കഴിക്കേ. മുത്തശ്ശി ഉണ്ടല്ലോ ആ ടിമ്പോ പോത്തിനെയും കൊണ്ട് വരും, എന്നിട്ട് നിന്റെ ഭക്ഷണം ഒക്കെ അവൻക്ക് കൊടുക്കും. പെട്ടെന്ന് കഴിക്കിട്ടു പോത്തുക്കുട്ട. ആ മിനിമോളെ ഇന്നലെ എന്താ അങ്കിളുടെ കൂടെ വരാഞ്ഞേ? അതങ്ങളെ മിനിമോക്ക് അങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്കിളിന്റെ മോളോട് ദേഷ്യവാ. അങ്കിളൊന്ന് വിളിച്ചിട്ട് മോള് വന്നില്ലല്ലോ. അത്ര സ്നേഹമല്ലേ എന്റെ അടുത്തുള്ളൂ. അയ്യോ അങ്ങളെ, അങ്കിളുടെ കൂടെ വരാൻ മിനിമോക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷേ കോട്ടെ മിനിമോളെ, ഇവിടുന്ന് മിഠായി മേടിക്കാനെന്ന് പറഞ്ഞ് നിന്നെ പാർക്ക് കൊണ്ടുപോകാനായിരുന്നു എന്റെ പ്ലാന്. നീ അതൊക്കെ പൊളിച്ചില്ലേ? നിനക്ക് എന്റെ കൂടെ ഒന്ന് വരായിരുന്നല്ലോ, നീ വന്നില്ലല്ലോ. അങ്കിളിനെല്ലാം എന്നെ ഇവിടെ ഇഷ്ടമുണ്ടല്ലോ. അച്ഛന്റെ മുത്തശ്ശിക്ക് ഒന്നും എന്നെ ഇഷ്ടമല്ല. അങ്കിളിന് എന്നെ ഇഷ്ടമുണ്ടല്ലോ, എനിക്ക് അത് മതി. അങ്കിൾ എന്നെ ഇവിടെ കൊണ്ടുപോയില്ലല്ലോ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ അങ്കിളിന് വിഷമായോ ഞാൻ നല്ല വരാത്തെ? പിന്നെ വിഷമായോന്നോ? എനിക്ക് നല്ലോണം വിഷമായി. ഞാൻ നിന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ, എനിക്ക് നല്ലോണം വിഷമായി. നീ വാതിലടച്ചിരുന്നില്ലേ? നിനക്ക് അങ്കിളിന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. എന്നോട് മുത്തശ്ശി പറഞ്ഞു നീ എന്നെ കുറിച്ച് എന്തൊക്കെയോ മുത്തശ്ശിയോട് പറഞ്ഞെന്ന്. നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല മിനിമോളെ. ഒന്നും പറഞ്ഞിട്ടില്ല, മുത്തശ്ശി വെറുതെ പറയുന്നതാ. മുത്തശ്ശിയാ എന്നോട് പറഞ്ഞത് അങ്കിളിന്റെ കൂടെ പോണ്ടാന്ന്. എന്നിട്ട് അത് പറയണ്ട. എന്നിട്ട് എന്നോട് പറഞ്ഞ നീ പോയാലും മുത്തശ്ശി ഫുഡൊന്നും തരില്ലാന്ന്. അതുകൊണ്ടാണ് ഞാൻ വരാണ്ടിരുന്നേ. ഓ, നീ മുത്തശ്ശി വരണമെന്ന് പറഞ്ഞാൽ വരില്ല. നിനക്ക് മുത്തശ്ശിയോട് തന്നെയാ സ്നേഹം എന്നോടുള്ളതിനേക്കാളും. അങ്കിള് പറഞ്ഞത് ശരിയാ, എനിക്ക് മുത്തശ്ശി ഒരുപാട് ഇഷ്ടമാ. മുത്തശ്ശി എന്നെ എത്രയൊക്കെ പണിയെടുപ്പിച്ചാലും എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എന്നെ അമ്മയില്ലാതെ മുത്തശ്ശിയല്ലേ നോക്കുന്നത്. അപ്പൊ എനിക്ക് മുത്തശ്ശിയോട് തന്നെയല്ലേ ഇഷ്ടമുണ്ടാവുക. മുത്തശ്ശി എന്നെ എത്ര കഷ്ടപ്പെടുത്തിയാലും എന്റെ അമ്മയ്ക്ക് പകരം മുത്തശ്ശിയല്ലേ എന്നെ നോക്കുന്നത്. ഇത്ര ചെറിയ പ്രായത്തിൽ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെയാ പറ്റുന്നത് മിനിമോളെ? അങ്കിളെ, ഞാൻ മുത്തശ്ശി വരണ്ട പറഞ്ഞോണ്ട് വരാണ്ടിരുന്നതാ. എനിക്ക് അങ്കിളിന്റെ അടുത്തൊരു ദേഷ്യമില്ല. മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളവ് പറഞ്ഞതാവും. ഓക്കെ, ഇന്ന് നമ്മൾ മുത്തശ്ശി അറിയാതെ നമ്മൾ പാർക്ക് പോകുന്നു. എങ്ങനെയുണ്ട് മിനിമോളെ? എങ്ങനെയാ അങ്കിളെ മുത്തശ്ശി അറിയാതെ പോവാ? അതിനൊക്കെ ഈ അങ്കിളിന്റെ അടുത്ത് ഒരു കാശൻ ഐഡിയ ഉണ്ട്. എന്താണ് ഇവിടെ അങ്കിളും മോളും കൂടി ഒരു ചർച്ച? അമ്മേ, എന്താ അവള് നിനക്ക് എന്റെ കുറ്റം പറഞ്ഞു തരാവോ അല്ലേ? ഞാൻ പറഞ്ഞില്ല അവളുടെ സ്വഭാവം ഇതാണെന്ന്. എനിക്ക് മനസ്സിലായമ്മേ. ആരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് ആരുടെ കുറ്റമോ പറയാന്ന് ഇപ്പൊ മനസ്സിലായി. ആ മോനെ, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇവളിപ്പോ നിന്നോട് എന്റെ കുറ്റമല്ലേ പറഞ്ഞത്? ഞാൻ നിന്നോട് പറഞ്ഞത് അതല്ലേ. അവളിപ്പോ അങ്ങനെയാ. നമ്മളെ ഒന്നും അവക്ക് അങ്ങ് പിടിക്കില്ല. എന്നെ കുറിച്ച് ഇല്ലാത്ത പലതും പറഞ്ഞു തന്നിണ്ടാവും. നീ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും അല്ലേടാ? ഏയ്, ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. പോരെ അമ്മേ. എന്നാ എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോയി. നിങ്ങളെ പേരക്കുട്ടിയും മുത്തശ്ശിയും കൂടി എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. നമ്മൾ പോവാണേ. എന്താടി നീ അവനോട് ഞാനാ നിന്നെ ഇന്നലെ പൂട്ടിയിട്ടെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എന്റെ അത്ര ഉറപ്പ്? നീ അവനോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങള് മുത്തശ്ശിനെ ചീത്ത പറയില്ലേ? മുത്തശ്ശിക്ക് എന്താ അതുപോലെ മനസ്സിലാക്കാൻ വയ്യേ? ശരിയാണ്, ഇപ്രാവശ്യം നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നീ എന്നെ കുറിച്ച് അവൻ എന്താ പറഞ്ഞു കൊടുത്തത്? മുത്തശ്ശിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. മുത്തശ്ശി എന്തിനാ അങ്കിളിനോട് എനിക്ക് അങ്കിളിനെ ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല മുത്തശ്ശി. ഇവളുടെ വർത്തമാനം കേൾക്കുമ്പോഴാ നിന്നെ ഞാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി നോക്കുന്നത്. എന്നിട്ട് എന്നോടൊരു ബഹുമാനം ഇല്ല. നിനക്ക് എന്നോടൊരു പൊടി സ്നേഹം ഉണ്ടോടി? എന്നെ കുറിച്ച് എന്റെ മോനോട് കുറ്റം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. നീ ഒരു കുഞ്ഞല്ലേ, എന്നിട്ട് നിന്റെ വായന എന്തൊക്കെയാ വരുന്നേ? ഈ പുല്ലൊക്കെ നീ ഇവനക്ക് തിന്നാൻ കൊടുക്കാണോ? എന്റെ ടെമ്പോ കൊട്ടൻ പിന്നെ എന്തോ തിന്നും? കൊണ്ടോ കൊച്ച് കൊടുക്കണ ടിമ്പോക്കത്. മുത്തശ്ശി, ടിമ്പോക്ക് പിന്നെ കൊടുക്കാം. കൺമണി ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന്. ടിമ്പോക്കുള്ളതൊക്കെ രാവിലെ തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 3 കെട്ട് ഞാൻ കൊണ്ടു കൊടുത്തു. അവരത് മുഴുവൻ തിന്നു. അത് ഞാൻ കണ്ടു. പക്ഷേ ഇത് എന്റെ ടിമ്പോക്ക് തന്നെ കൊടുക്കണം. നിന്റെ ഒരു കൺമണി നിന്റെ അമ്മയുടെ പൊന്നാര പശുവായിരുന്നു. എന്നിട്ട് എന്തായി? അവസാനം ഞാൻ തന്നെ ഇതിനെ നോക്കേണ്ടി വന്നു. നിന്റെ അമ്മ പോണ വൈക്കങ്ങ് പോയില്ലേ? മുത്തശ്ശി, അമ്മ എങ്ങോട്ടാ പോയെന്ന് എനിക്ക് പറഞ്ഞു തരോ? എപ്പോഴും മുത്തശ്ശി വഴക്ക് പറയുമ്പോ അമ്മ പോയത് പറയല്ലോ. ശരിക്കും എന്റെ അമ്മ എവിടേക്കാ പോയത്? അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അച്ഛനോട് പോയി ചോദിക്കാൻ. അവൻ കെട്ടിക്കൊണ്ടു വന്നതല്ലേ. അച്ഛനോട് ചോദിക്കാനേ അച്ഛൻ എന്നോട് മിണ്ടാറില്ല. അച്ഛൻ എന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. ഞാൻ അച്ഛന്റെ ശബ്ദം പോലും ശരിക്കും കേട്ടിട്ടില്ല.
എങ്ങനെ കേൾക്കും? നിന്റെ അമ്മ അവന്മാര് പണി ചെയ്തു വെച്ചിട്ടല്ലേ പോയത്. എന്റെ അമ്മ എന്താ ചെയ്തത് മുത്തശ്ശി? എനിക്ക് പറഞ്ഞു തരോ? എന്താടി കൺമണി, നിന്റെ അവളെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടോ എന്നാ മുത്തശ്ശി ഇത് ടിംബോക്ക് കൊടുത്തു. ഞാൻ കൺമണിക്ക് വേറെ വെട്ടിക്കൊണ്ടുവന്നോളാം. പക്ഷെ കൺമണിനെ നോക്കോ, ടിംബോ എപ്പോഴും കൺമണിനെ ഉപദ്രവിക്കാറുണ്ട്. ഈ ടിംബോ കൂട്ടൻ അങ്ങനൊന്നും ചെയ്യില്ല. നീ ഒന്ന് പൊയ്ക്കാ പറഞ്ഞേ, നിന്റെ ഒരു കൺമണി. നിങ്ങളെപ്പോലെ തന്നെയാ ഉപദ്രവകാരിയാ നിങ്ങളുടെ ടിംബോ പശു. ഈ കൺമണിനെ എടിഞ്ഞരാക്കാനായിട്ട്. എന്താടി കൊച്ചെ പിറുപിറുക്കുന്നേ? നിന്നോടല്ലേ പറഞ്ഞേ ടിംബോക്ക് അത് കൊടുത്തിട്ട് കൺമണിക്ക് വേറെ കൊണ്ടുവരാൻ. മുത്തശ്ശി, കൺമണിക്ക് ഇന്നലെ മിന്നാനൊന്നും നിങ്ങൾ ഈ പുല്ല് കൊടുക്കാൻ അനുവദിച്ചില്ല. ഇനി ഇന്നും അനുവദിക്കില്ല നിങ്ങളെ. എടി, നിന്റെ അങ്കിള് നാട്ടിലേക്ക് വന്നപ്പോ മുതലേ എനിക്ക് ഭയങ്കര നാവാണല്ലോ. എവിടുന്നാണ് നിനക്ക് നാവ്? മുത്തശ്ശി, കൺമണിയുടെ കാര്യത്തില് ഞാൻ സംസാരിക്കും. എനിക്ക് പോയിട്ട് പോലും ഞാൻ സംസാരിക്കാറില്ല. പക്ഷെ എന്റെ കൺമണി പാവവാ. അവളുടെ ഒരു കൺമണിയുടെ കാര്യത്തിൽ ഞാൻ ഇന്ന് തീരുമാനം ഉണ്ടാക്കും. കൺമണിയെ ഞാൻ വിൽക്കാൻ പോവാ.